ഹലോ ഫ്രണ്ട്സ്, ഇന്നലെ രാവിലെ 5:30 നമ്മൾ പാലക്കാട് ഡിപ്പോയിൽ നിന്നും യാത്ര തിരിച്ചാണ്. മലങ്കര ഡാമിലോട്ടാണ് നമ്മുടെ യാത്ര. KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസം വഴിയാണ് നമ്മൾ പോകുന്നത്. നമ്മളിപ്പോൾ രാവിലെ ഒരു 10 മണിയാകുമ്പോൾ നമ്മൾ മലങ്കര ഡാമിലെത്തി. ഇത് ഡാമിലോട്ടുള്ള വഴിയാണിത്. ഡാമിലോട്ട് പോകുന്ന എൻട്രൻസ് ആണിത്. ഫസ്റ്റ് നമ്മൾ കാണുന്നത് അവിടെ ഒരു ഓഫീസുണ്ട്. അവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്ത് നമ്മൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഗേറ്റിൻ്റെ അവിടെ എത്തും. ഗേറ്റിൻ്റെ അവിടെ മലങ്കര ഡാം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് മലങ്കര ഡാമിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളാണ്. നമ്മൾ ഇതിലൂടെ കാഴ്ചകളൊക്കെ കണ്ടു പോകുമായിരുന്നു. നല്ല രസമായിരുന്നു. നമ്മുടെ മലമ്പുഴ ഡാമിൻ്റെ അത്ര വലിപ്പമൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമൊക്കെ ഉണ്ട്. ഇവിടെ കാണാൻ രസമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ നല്ല ടീമായിട്ടാണ് പോയത്. അപ്പോൾ ഇവിടെ നല്ല ഷട്ടർ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ഫ്രണ്ടിലത്തെ വ്യൂ നമുക്ക് കിട്ടിയില്ല. പക്ഷെ നമ്മൾ ഷട്ടർ തുറന്നതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണിത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള വെള്ളമുണ്ട്. അപ്പോൾ നമുക്കിത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റിയായിരുന്നു. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രദേശങ്ങൾ. വൃഷ്ടിപ്രദേശങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. രസമുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഡാമാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാനവിടെ നിന്ന് ചെറിയ രീതിയിലുള്ളൊരു വ്ളോഗൊക്കെ എടുത്തായിരുന്നു. നമ്മളിപ്പോൾ ഉള്ളത് മലങ്കര ഡാമിലാണ്. മലങ്കര ഡാമിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളാണ് ഇതൊക്കെ. നമ്മളിപ്പോൾ KSRTCയുടെ ഉല്ലാസയാത്രയുടെ ഭാഗമായിട്ട് വന്നതാണ്. പിന്നെ അതിൽ നിന്ന് എനിക്കൊരു സുഹൃത്തിനെ കിട്ടിയായിരുന്നു. അശ്വൻ എന്നാണ് പേര്. ഞങ്ങളവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്തായിരുന്നു. ഇത് അശ്വൻ്റെ ഫാമിലിയാണ്. ഫാമിലിയുടെ കൂടെയും ഫോട്ടോ ഒക്കെ എടുത്തു. നമ്മൾ തന്നെ ഒരുമിച്ചായിരുന്നു യാത്ര. പിന്നെ ഇത് കുറച്ച് നിങ്ങൾ കാണാൻ പോകുന്ന മലങ്കര ഡാമിൻ്റെ കുറച്ച് ഫോട്ടോസുകളാണ്. ഇതൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ് പിന്നീട് അവിടെ നമ്മൾ ഒരു ചിൽഡ്രൻസ് പാർക്കുണ്ട്. പാർക്കിലൊക്കെ നമ്മൾ പോയായിരുന്നു. പിന്നീട് അവിടെ ഒരു കൈതച്ചക്കയുടെ തോട്ടമാണ്, ഒരു വലിയൊരു തോട്ടമാണത്. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ നമുക്കൊരു ഡാം തന്നെയാണ്. ഡാമിൻ്റെ ഒരു ഭാഗമാണിത്. അവിടെ നമ്മൾക്ക് ഐ ലവ് മലങ്കര എന്നുള്ള ഒരു പോസ്റ്ററൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അവിടെ നിന്ന് ഞാനൊരു ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. അടുത്തത് നമ്മൾ പോകുന്നത് ഇല്ലിക്കൽ കല്ലിലോട്ടാണ്. അതിൻ്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം.